ഇത് കേൾക്കുമ്പോൾ വിഷമിപ്പിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ തിന്നുകൊണ്ടിരിക്കുന്നതാണ് മക്കള്. പ്ലീസ് ഗവൺമെന്റ് ഇത് വേണമെങ്കിൽ ഇത് പറയുമ്പോഴേ അല്ല ഇത് വേണമെങ്കിൽ ഇത് പറയുമ്പോഴേ സ്റ്റേജ് കയറ്റേ നീ കണ്ണു കുടിച്ചിട്ടില്ലടാ വേടത്തൊക്കെ സ്റ്റേജ് കയറി പറയണേ എന്ന് പറയും നിങ്ങള്. മനസ്സിലായോ? പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ വിഷമിപ്പിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ തിന്നുകൊണ്ടിരിക്കുന്നതാണ് മക്കള്. പ്ലീസ് ഗവൺമെന്റ് ഇത് വേണമെങ്കിൽ ഇത് പറയുമ്പോഴേ അല്ല ഇത് വേണമെങ്കിൽ ഇത് പറയുമ്പോഴേ സ്റ്റേജ് കയറ്റേ നീ കണ്ണു കുടിച്ചിട്ടില്ലടാ വേടത്തൊക്കെ സ്റ്റേജ് കയറി പറയണേ എന്ന് പറയും നിങ്ങള്. മനസ്സിലായോ? പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. യുവതലമുറയെ ഇളക്കിമറിച്ച റാപ്പർ വേടന്റെ ഉപദേശമാണ് ഇങ്ങനെ കേട്ടത്. ഇങ്ങനെ ഉപദേശിച്ച് നടന്ന റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുടെ ഫ്ളാറ്റിൽ നിന്നും ലഹരി പിടിച്ചെടുത്തു. ലഹരി ഉപയോഗിക്കുന്നുവെന്ന് രഹസ്യവിവരത്തെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിലായിരുന്നു പോലീസിന്റെ പരിശോധന. ഫ്ളാറ്റിൽ നിന്ന് 7 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. 9 പേരടങ്ങുന്ന സംഘമാണ് റാപ്പർ വേടന്റെ ഫ്ളാറ്റിലുണ്ടായിരുന്നത്. ലഹരി ഉപയോഗിച്ചതായി വേടൻ, അതായത് റാപ്പർ വേടൻ സംബന്ധിച്ചതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആൾട്ട് പ്ലസ് ടാലന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺ, അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ്. അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു 9 ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട്. അതവിടെ പ്രോഗ്രാം കിട്ടി എന്നാണ് പറയുന്നത്. എല്ലാം കംപ്ലീറ്റ് എല്ലാം വെരിഫൈ ചെയ്യും. എല്ലാവരുടെയും ദേഹപരിശോധനയിൽ കിട്ടിയിട്ടില്ല. അത് അവരുടെ മേശപ്പുറത്തും മറ്റൊക്കെ ഉപയോഗിച്ചിരുന്ന അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള നിയമ നടപടി ചെയ്യും. അതെ, കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ അറിവ് കിട്ടിയതിന് പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ട്. അത് അവർ ഷോയ്ക്ക് കിട്ടിയ പണമായിരുന്നു. എത്ര പണം കിട്ടിയിട്ടുണ്ട് സാർ? ഒരു 9.5 ലക്ഷം രൂപ. അത് അവർക്ക് അവരുടെ കൂടെയുള്ള ട്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സിന് ഷെയർ ചെയ്യാനുള്ള സാധനമാണ്. ഇപ്പോൾ അവർക്ക് കിട്ടിയ പൈസ ക്യാഷായിട്ട് കിട്ടിയതുകൊണ്ടാണ് ക്യാഷായിട്ട് സൂക്ഷിച്ചെന്ന് പറഞ്ഞു. അവർ നിലവിൽ 9 പേരാണ്. 9 പേര് അവർ നിയമ നടപടികളും അതുപോലെ മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ്. വേടന്റെ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിന് മുന്നിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, നമുക്കറിയാം ഈ വേടൻ തൻ്റെ സംഗീത പരിപാടിക്കിടെ ലഹരിക്കെതിരെയൊക്കെ ബോധവൽക്കരണം നടത്താറുള്ളതാണ്. അങ്ങനെ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കരുതെന്ന് ഉപദേശിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്, ഒരു വ്യക്തിയുടെ ഫ്ളാറ്റിൽ നിന്നാണ്, ഒരു കലാകാരൻ്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഈ ലഹരി കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതുപോലെ സിനിമാ മേഖലയ്ക്കൊപ്പം തന്നെ കലാരംഗത്തും ഈ ലഹരി മാഫിയെ പിടിമുറുക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് തന്നെയല്ലേ ഇത് ആരൊക്കെയായിരുന്നു ഈ വേടനൊപ്പം ആ ഫ്ലാറ്റിൽ ആ സമയം ഉണ്ടായിരുന്നത്? പോലീസിൻ്റെ പരിശോധനയിൽ നിന്നും ഈ ലഹരി കൂടാതെ മറ്റെന്തൊക്കെയാണ്, കഞ്ചാവ് കൂടാതെ മറ്റെന്തൊക്കെയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്? ടോം, 9 പേരാണ് വേടനടക്കം ഫ്ളാറ്റിലുണ്ടായിരുന്നത്. ഈ 9 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9.5 ലക്ഷം രൂപയും ഈ കഞ്ചാവുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. 6 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ 7 ഗ്രാം എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു വന്നിട്ടുള്ളത്. 6 ഗ്രാം എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിൽ പാലസ് CI AJ യേശുദാസാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മാത്രമല്ല, ഈ 9.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇവരുടെ പ്രോഗ്രാമിന് ലഭിച്ചിരുന്ന തുകയാണ്. അത് മറ്റുള്ളവർക്കും എല്ലാവർക്കും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചിരുന്നതാണ് എന്നുള്ള വിശദീകരണമാണ് വേടൻ നൽകിയിട്ടുള്ളത്. മൊബൈൽ ഫോണുകൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഞ്ചാവ് റൂമിലെ മേശയിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത്. എവിടെ നിന്നെത്തി എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ വ്യക്തമാക്കില്ല. അത് പോലീസിന് വ്യക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് സോഴ്സ് ഇപ്പോൾ വെളിപ്പെടുത്താൻ നിവൃത്തിയില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ
ന്യൂജന് അങ്ങേയറ്റം ഹരമായി കൊണ്ടിരുന്ന ഒരു ഗായകൻ കൂടിയാണ്. കഴിഞ്ഞ തവണ ഈ കനകക്കുന്നിലെ പരിപാടിക്ക്, അതായത് 6000 പേര് നിന്ന് കാണേണ്ടുന്ന ഇടത്ത് 15000 പേരെ കൺട്രോൾ ചെയ്യാൻ സ്പെഷ്യൽ സ്ക്വാഡ് ആ സമയത്ത് പെട്ട പാട് നമുക്കറിയാം. അത് അങ്ങനെ ന്യൂജന് വളരെയധികം ഹരമായി കൊണ്ടിരിക്കുന്ന ഒരു ഗായകൻ കൂടിയാണ്. ടോൺ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കലി കൂടുതൽ അവെയർ ആകുക എന്നുള്ള ഉദ്ഘോഷവും അവബോധനവും ഒക്കെ ആയിരുന്നു വേടൻ്റെ പാട്ടുകളിലൂടെയും വേടൻ്റെ സംസാരങ്ങളിലൂടെയും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വേടൻ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നത് അതുതന്നെയായിരുന്നു. കഴിഞ്ഞ തവണയും ഈ ലഹരി നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിക്കരുത് എന്നുള്ള മെസ്സേജ് തന്നെ വേടൻ്റെ ഈ മെസ്സേജ് തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങേറ്റം ഹിറ്റായിക്കൊണ്ടിരുന്നത്, അത് അങ്ങേറ്റം വൈറലായിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ പല വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴും പക്ഷേ സ്വന്തം ജീവിതത്തിൽ അത് ആപ്ലിക്കബിൾ ആകുന്നില്ല. 2022 അങ്കമാലിയിൽ ഇത്തരത്തിൽ വേടനെതിരെ ഒരു കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതും മൂന്നാറിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി പോലീസ് നടത്തിയ ഒരു സാധാരണ വാഹന പരിശോധനയിലാണ് ഈ വാഹനത്തിൽ നിന്നും വേടൻ്റെ വസ്ത്രത്തിൽ നിന്നുമാണ് അത് കഞ്ചാവ് അന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 2022 ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർന്നും ഈ പറയുന്നത് പോലെ ഐലൻ കുർദിയെ പറ്റി പറയുന്നു, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ സാഹചര്യത്തെപ്പറ്റി പറയുന്നു, എമ്പുരാനെതിരെ കാർണവന്മാരോട് ഉദ്ദേശിക്കുന്നതൊക്കെയാണ്, നിങ്ങൾ കൂടുതൽ പൊളിറ്റിക്കലി കറക്റ്റാവും മക്കളെ എന്ന് പറഞ്ഞ് ഉദ്ഘോഷിക്കുന്ന ഒരാൾ തന്നെ ഇത്തരത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം നടത്തുന്ന ഒരാൾ തന്നെ ഇത്തരത്തിൽ അധപ്പതിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം സർക്കാരിൻ്റെ ഇടുക്കിയിലെ പരിപാടിയിൽ നിന്ന് വേടൻ്റെ പ്രോഗ്രാം ഒഴിവാക്കിയിട്ടുണ്ട്. അതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായാലും റൂമിലെ മേശയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത്. ഷോകൾ നടത്തിയിട്ടുള്ള ഷോയിൽ നിന്നും കിട്ടിയിട്ടുള്ള പണമാണ് 9 ലക്ഷം രൂപ. അത് ഒപ്പമുണ്ടായിരുന്നവർക്ക് വീതിച്ച് നൽകാൻ വേണ്ടി വെച്ചിരുന്നതാണ് എന്നുള്ള വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. 9 പേർക്കെതിരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. 9 പേരായിരുന്നു ഈ ഫ്ലാറ്റിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കേസാണ് 6 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത്. 1 മുതൽ 999 വരെയുള്ള ഗ്രാം സ്മോൾ ക്വാണ്ടിറ്റി ഇതിൽ വകുപ്പിലാണ് എക്സൈസ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കേസാണ്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കേസാണെങ്കിൽ പോലും ടോം ഇപ്പോൾ സൂചിപ്പിച്ചത് സിനിമാ മേഖലയിലും പ്രവർത്തകരും ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെടുന്ന, പ്രത്യേകിച്ചും യുവജനങ്ങളുടെ ന്യൂ ജനറേഷൻ്റെ ഹരമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗായകൻ ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുന്നത് ഒരു നല്ല മെസ്സേജ് അല്ല സമൂഹത്തിന് നൽകുന്നത്. കേട്ടോ, തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ ചെറുപ്പക്കാരിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നവരാണ് ഈ വേടനെ പോലുള്ള കലാകാരന്മാർ. അവർ ഈ ലഹരിയിലേക്ക് പോകുമ്പോൾ, ലഹരിക്ക് അടിമകളാകുമ്പോൾ ഇന്ന് ഈ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയായി ചൂണ്ടിക്കാണിക്കാവുന്ന രീതിയിൽ ഒരാൾ പോലും ഇല്ല എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ആജ്ഞ, നമുക്കറിയാം നേരത്തെ പോലീസിൻ്റെ ചില നിരീക്ഷണത്തിൽ ഈ സിനിമാ മേഖലയിലുള്ളവരും അതോടൊപ്പം കലാരംഗത്തുള്ള, പ്രത്യേകിച്ച് സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ പോലീസിൻ്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. നേരത്തെ തന്നെ കൃത്യമായ ചില സൂചനകൾ പോലീസിന് ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വേടനെ കൂടാതെ അങ്ങനെയെങ്കിൽ ഈ കലാരംഗത്തുള്ള, സംഗീത രംഗത്തുള്ള കൂടുതൽ പേരിലേക്കും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങേണ്ടതല്ലേ? ടോം സൂചിപ്പിച്ചതുപോലെ വലിപ്പ ചെറുപ്പമില്ലാതെ പോലീസ് ഈ കാര്യത്തിൽ കൂടുതൽ ലഹരി വിരുദ്ധ സംഘം ഇക്കാര്യത്തിൽ കൂടുതൽ ആക്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നിട്ടുള്ള ലഹരി പരിശോധനയും അതിൻ്റെ ഫലവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെയാണ്. അതായത് ലഹരി വിമുക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ സമൂഹത്തെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പോലീസിനുണ്ട്, ഡാൻസർ സംഘത്തിനുണ്ട്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വലിപ്പ ചെറുപ്പമില്ലാതെ ആളുകളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക, അത് കണ്ടെത്തുക, അവർക്കെതിരെ നടപടികൾ ശക്തമാക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോലീസ് എത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ കലാകാരന്മാർക്കിടയിലായാലും സിനിമാ മേഖലയിലായാലും ലഹരിയുടെ വ്യാപനം ഏറുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലാക്കപ്പെടുമ്പോൾ ഇത്തരം പരിശോധനകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പ്രമുഖരായ 2 സംവിധായകർ അറസ്റ്റിലാകുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട സോഴ്സ് എന്താണെന്ന് പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ വേടന് എവിടെ നിന്നാണ് കഞ്ചാവ് ലഭിച്ചിട്ടുള്ളത്, കഞ്ചാവ് എത്തിച്ചത് ആരാണ് എന്നുള്ളത് വ്യക്തതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തൽക്കാലം പോലീസ് തയ്യാറല്ല എന്ന് തന്നെയാണ് നമ്മളോട് പ്രതികരിച്ച CI AJ യേശുദാസ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ
വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ സ്ഥിരീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റ് വൈദ്യപരിശോധനകൾ തുടർ നടപടികൾ ഉണ്ടാകും, ജാമ്യം ലഭിക്കും. എന്നിരുന്നാൽ പോലും ഈ കലാരംഗത്ത് ഇത്രയധികം സജീവമായിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കനകക്കുന്നിലെ പരിപാടിക്ക് 6000 പേർക്കാണ് അവിടെ നിന്ന് കാണാനുള്ള സംവിധാനമുള്ളത്. ആയിടത്ത് 15,000-ത്തിലധികം പേരാണ്, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ 15,000-ത്തിലധികം പേരാണ് വേടൻ്റെ പരിപാടി കാണാനായി ഇടിച്ച് കയറിയത്. ഐലൻഡ് കുട്ടിയെ പറ്റി വരികളിൽ പറയുന്നു, വേടൻ്റെ കവിതകളിൽ പറയുന്നു, അതുപോലെ വിവിധ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുകൾ പറയുന്നു, പലസ്തീനെ പറ്റി പറയുന്നു. ഇത്തരത്തിലുള്ള ലോകവീക്ഷണമുള്ള, അത് യുവജനങ്ങൾക്ക് പൊളിറ്റിക്കലി നിങ്ങൾ അവെയറാകൂ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ലഹരി വിമുക്തത യുവജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രൈം കാണിക്കുന്നത്, ഈ പറയുന്നത് പോലെ അളവിൽ ചെറുതാണെങ്കിൽ പോലും ഇത് ക്രൈം തന്നെയാണ്. കുറ്റകരമായ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടുന്ന നോട്ടബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് വേടൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം മോശമായൊരു നിർഭാഗ്യകരമായൊരു സാഹചര്യം തന്നെയാണ് എന്ന് വേണം പറയാൻ. എന്തായാലും പോലീസ് ഇതുമായുള്ള തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് 9 പേര്, വേടൻ ഉൾപ്പെടെ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യം ലഭിക്കുന്ന കേസാണ്. എന്നിരുന്നാൽ പോലും ഇത് ഒരു നല്ല സന്ദേശമല്ല സമൂഹത്തിന് നൽകുന്നത്. പ്രത്യേകിച്ച് സമൂഹം റാപ്പർ വേടൻ്റെ ഫ്ളാറ്റിന് മുന്നിൽ നിന്നും ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ വേടനെ പോലെയുള്ള ആ സംഘത്തിലുണ്ടായിരുന്ന കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. സിനിമാ മേഖലയ്ക്ക് പുറമെ കലാരംഗത്തും സംഗീത രംഗത്തും ലഹരിയുടെ ഒരു വലിയ രീതിയിലുള്ള അപകടം പതിയിരിക്കുന്നുണ്ട്. നിരവധി ചെറുപ്പക്കാർ ലഹരിയിലേക്ക് പോകുന്നുണ്ട്, ലഹരിയുടെ അടിമകളാകുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വാർത്തകളും. സിനിമാ മേഖലയിലുള്ളവരുടെ ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എക്സൈസും പോലീസും പരിശോധിക്കുന്നുണ്ട്. അതിനിടെ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മോഡലായ ഡെവിൾ സച്ചു എന്ന സൗമ്യയാണ് ചോദ്യം ചെയ്യുന്നത്. ഇവർ ലഹരി വിൽപ്പനയിലെ മുഖ്യ ഇടനിലക്കാരി എന്ന് ബോധ്യമായി. 6 നടന്മാർക്ക് ലഹരി നൽകിയിരുന്നതായും സൗമ്യ മൊഴി നൽകി. സൗമ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷമാണ് ഷൈൻ ടോമിനെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യുക. ഒരു 5 പേർക്കെതിരെയാണ് മൊഴി തന്നിട്ടുണ്ടായിരുന്നത്. അതെ അതെ അതെ. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, പിന്നെ ഒരു മോഡൽ. ആദ്യഘട്ടത്തിൽ 3 പേരെ മൊഴിയാണ് തന്നിട്ടുള്ളത്. ഈ 3 പേരാണ് അതെ, ഇന്ന് 3 പേരാണ് ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ AC ഉണ്ട്, അത് ചോദിച്ചറിയാം. അറിയാം, കൊച്ചിയിൽ വന്നിട്ട് അറിയാം. കേസിലെ മുഖ്യപ്രതി തസ്ലീമയുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ ഷൈൻ ടോം ചാക്കോ തയ്യാറായില്ല. ബംഗളൂരുവിൽ നിന്നാണ് ഷൈൻ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കട്ടെ എന്നായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ പ്രതികരണം. ഇതെന്താ നിങ്ങളൊക്കെ പ്ലീസ് മാറ് 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 മാറ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ മോഡൽ സൗമ്യ പോലീസിന് എക്സൈസിന് മൊഴി നൽകിയത് പ്രകാരം 6 നടന്മാർക്ക് ലഹരി നൽകിയിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി ഇവരെ കൂടാതെ കൂടുതൽ താരങ്ങളും എക്സൈസിന്റെ നിരീക്ഷണത്തിലുണ്ടോ? ആർക്കൊക്കെയാണ് ലഹരി നൽകിയതെന്ന് സൗമ്യ വ്യക്തമാക്കുന്നുണ്ടോ?
ഇപ്പോൾ സൗമ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. സൗമ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എക്സൈസ് ഓഫീസിൽ ചില നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് എക്സൈസിന്റെ 2ാം നിലയിലാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഫാസിയും അടക്കമുള്ള നടന്മാരെ ചോദ്യം ചെയ്യുന്നതിനായി ഇരുത്തിയിട്ടുള്ളത്. അവിടെ വെച്ച് ഷൈൻ ടോം ചാക്കോ അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. തുടർന്ന് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വന്നു. അഭിഭാഷകനെ കാണണമെന്നും പിതാവിനെ കാണണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഫോണിൽ അവിടെ എക്സൈസിലെ സംഘം തന്നെ ഫോണിൽ വിളിച്ച് പിതാവുമായി സംസാരിക്കാൻ അവസരം കൊടുക്കുകയായിരുന്നു. തുടർന്ന് ശ്രീനാഥ് ഫാസിയുടെ ഉൾപ്പെടെയുള്ള പിതാവ് ശ്രീനാഥ് ഫാസിയുടെ അച്ഛൻ ഒപ്പമുണ്ട്. തന്നോടൊപ്പം ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞാണ് ബഹളം വെച്ചത്. മറ്റ് വിഡ്രോവൽ പ്രശ്നങ്ങൾ കാണിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. തുടർന്ന് സൗമ്യയെ ചോദ്യം ചെയ്യുന്നത് നിർത്തിവെച്ചുകൊണ്ട് ഷൈനെ ചോദ്യം ചെയ്യാനായി തീരുമാനിക്കുകയായിരുന്നു. മുകളിലത്തെ നിലയിൽ നിന്ന് ഇറങ്ങി താഴത്തേക്ക് വന്ന ഷൈൻ മാധ്യമപ്രവർത്തകരെ കണ്ടതോടുകൂടി തിരികെ ഓടി മുകളിലേക്ക് കയറുകയായിരുന്നു. അത്തരത്തിലുള്ള നാടകീയ സംഭവങ്ങളാണ് ഇപ്പോൾ എക്സൈസ് ഓഫീസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് അല്പസമയം മുമ്പ് ഷൈന്റെ സഹോദരൻ ഇവർ വിളിച്ചതനുസരിച്ച് വന്നിട്ടുണ്ട്. മുകളിലത്തെ നിലയിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ഷൈന്റെ സഹോദരൻ ഇപ്പോൾ മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ സിനിമാ ബന്ധങ്ങളാണ് ഇപ്പോൾ എക്സൈസ് സംഘത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡെവിൾ സച്ചു എന്നറിയപ്പെടുന്ന സൗമ്യയാണ് ആദ്യം ചോദ്യം ചെയ്തത്. ഇന്ന് 3 പേരാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടി എത്താനായി നിർദ്ദേശം നൽകിയിരുന്നത്. അതിൽ ഈ ഡെവിൾ സച്ചു എന്ന് ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ അറിയപ്പെടുന്ന ഈ സൗമ്യ, പാലക്കാട് സ്വദേശിയായ സൗമ്യ, ഒപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഫാസി ഇവരാണ് എത്തിയിട്ടുള്ളത്. രാവിലെ 7:40 അതായത് 10 മണിക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിരുന്നുവെങ്കിലും 7:40 ഷൈൻ ടോം ചാക്കോ ഇവിടെ എത്തിയിരുന്നു. അകത്തേക്ക് എത്തി. അതായത് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഷൈൻ ആ സമയത്ത് എത്തുമെന്നുള്ള ഒരു ധാരണ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഷൈൻ ഈ ഓഫീസിലെ വിവിധ മുറികളിലായി കയറിയിറങ്ങി മുകളിലേക്ക് ചെന്ന് പിന്നീട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഷൈനോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ആ ഒരു ബഹളം കേട്ടാണ് എക്സൈസിലെ ഉദ്യോഗസ്ഥർ മുകളിൽ നിന്ന് ഇറങ്ങി വരികയും ഷൈനെ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഇത്രയും നേരമായും ഷൈൻ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അതായത് ചോദ്യം ചെയ്യലിന് കാത്തു നിൽക്കുകയായിരുന്നു. തുടർന്നാണ് അസ്വസ്ഥത പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. അസ്വസ്ഥത പ്രകടിപ്പിച്ച് മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. തുടർന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട ഉടൻ ഓടി മുകളിലേക്ക് കയറുകയായിരുന്നു. അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഷൈന്റെ സഹോദരൻ ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസിൽ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എക്സൈസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പെൺകുട്ടി ഈ മോഡലിനെ ചോദ്യം ചെയ്തതിൽ നിന്നും തസ്ലീമയുമായി അടുത്ത ബന്ധമുണ്ടെന്നും തസ്ലീമയുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരിയായി ഇവർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യവും എക്സൈസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 മാസത്തെ ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ നിരത്തിയായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്തത്. അതിൽ തന്നെ 120 പേജോളം വരുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പല ട്രാൻസാക്ഷൻസും, അതായത് 2000-ഉം 3000 രൂപ വെച്ചുള്ള ട്രാൻസാക്ഷൻസ് ഒരുപാടുണ്ട്. അത്തരം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ളത് തനിക്ക് കമ്മീഷൻ ഇനത്തിൽ, അതായത് വിൽപ്പന നടത്തിയതിന്റെ കമ്മീഷൻ ഇനത്തിൽ ലഭ്യമായിട്ടുള്ള തുകയാണ് എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല 6 നടന്മാരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ അവർ നൽകിയിട്ടുണ്ട്. അതായത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന പേരുകൾക്ക് അപ്പുറത്തേക്കുള്ള പല പേരുകളും ഈ സൗമ്യ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ വേഗം പൂർത്തിയാകുമെന്ന് കരുതിയെങ്കിൽ പോലും 5 മണിക്കൂറോളം സൗമ്യയുടെ ചോദ്യം ചെയ്യൽ കടന്നുപോയിരുന്നു. പിന്നീട് ഒരു ഇടവേള നൽകി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പിന്നീട് ഒരു ഇടവേള നൽകി വീണ്ടും സൗമ്യയിലേക്ക് തന്നെ ചോദ്യം ചെയ്യലിലേക്ക് പോയ ഘട്ടത്തിലായിരുന്നു ഷൈൻ ഇത്തരത്തിൽ മുകളിൽ നിന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും അവിടെ ബഹളമുണ്ടാക്കുകയും ചെയ്തത്. ശരണ്യ, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അന്ന് രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് ശരണ്യയ്ക്ക് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. എക്സൈസ് കോടികളുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരു യുവതിയെ പിടികൂടുമെന്ന്. അങ്ങനെ ശരണ്യ എക്സൈസ് ഈ തസ്ലീമ സുൽത്താനെ പിടികൂടുമ്പോൾ ശരണ്യ മാത്രമായിരുന്നു, അതായത് മാധ്യമപ്രവർത്തകർ ശരണ്യ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ന്യൂസ് 18 ശരണ്യാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ആ ഘട്ടത്തിൽ എക്സൈസോ അതല്ലെങ്കിൽ ശരണ്യോ ഇത് ഇത്രയും വലിയൊരു റാക്കറ്റാണ്, സിനിമാ മേഖലയും മോഡലിംഗ് രംഗത്തേക്ക് പിടിമുറുക്കുന്ന ഒരു വലിയ ലഹരി സംഘത്തിലെ പ്രധാനിയാണ് തസ്ലീമ എന്ന് അന്ന് എക്സൈസിന് ഏതെങ്കിലും രീതിയിലുള്ള സൂചന ലഭിച്ചിരുന്നോ? മാത്രമല്ല, ഇതിപ്പോൾ സിനിമ മാത്രമല്ലല്ലോ, മോഡലിംഗ് രംഗത്തിലേക്കൊക്കെ അന്വേഷണം നീങ്ങേണ്ടതല്ലേ?
ടോം, ഈ കേസ് ഏപ്രിൽ 1 രാത്രിയാണ് ഇവർ ഓമനപ്പുഴയിലെ, ആലപ്പുഴയിലെ തീരദേശമായ ഓമനപ്പുഴയിലെ ഒരു റിസോർട്ടിൽ വെച്ച്, മാരാരി ഗാർഡൻ വില്ല എന്ന റിസോർട്ടിൽ വെച്ച് എക്സൈസ് സംഘത്തിന്റെ പിടിയിലാകുന്നത്. അന്ന് തസ്ലീമയും ഒപ്പം തന്നെ ഈ ഫിറോസ് എന്ന അയാളുടെ മണ്ണഞ്ചേരി സ്വദേശിയായ സഹായിയും ഉൾപ്പെടെയാണ് ഇവർ എറണാകുളത്ത് നിന്ന് ഇവിടേക്ക് എത്തുന്ന വഴിയിൽ പിടിയിലാവുകയും ചെയ്തത്. ഈ സംഭവത്തിൽ അന്ന് തന്നെ ഇത്തരത്തിൽ 2 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവിടെ ആലപ്പുഴയിലേക്ക് എത്തുന്നെന്നുള്ള വിവരം നമുക്കും ലഭ്യമായിരുന്നു. തുടർന്ന് ആ രാത്രി ഈ എക്സൈസിന്റെ നടപടിക്രമങ്ങളിൽ നമുക്കും പങ്കാളികളാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഘട്ടം മുതൽ തന്നെ തസ്ലീമ തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഇവരുടെ കാർ പരിശോധിക്കുന്ന ഘട്ടത്തിൽ, ഇവരുടെ ബാഗ് പരിശോധിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും ഇവര് അവിടെ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥനായ അന്ന് എക്സൈസിന്റെ ആലപ്പുഴയിലെ സ്ക്വാഡ് CI മഹേഷ് നടത്തുള്ള സംഘമാണ് പിടിച്ചത്. പിന്നീട് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ സ്ഥലത്തെത്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ വെരിഫിക്കേഷൻ നടന്നു. അങ്ങനെ ഈ ദേഹപരിശോധന ഉൾപ്പെടെ നടത്തുമ്പോൾ നമ്മൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴും അവിടെ നിന്നുകൊണ്ട് പോലീസ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥരോടും മണഞ്ചേരി CIയുടെ ഉള്ള ഒക്കെ സാന്നിധ്യത്തിൽ തന്റെ സിനിമാ ബന്ധങ്ങൾ കൃത്യമായി തുറന്നു പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അന്ന് അവർ നമ്മളൊക്കെ ഉണ്ടായിരുന്ന സാന്നിധ്യത്തിൽ അവർ ആ സിനിമാ ബന്ധങ്ങൾ ഒരു ഭയവുമില്ലാതെ തുറന്നു പറയുകയും പിന്നീടും അവർ ആ മൊഴിയിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. എക്സൈസ് ടോം നേരത്തെ സ്ഥിരീകരിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ 2 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ്, വലിയൊരു കഞ്ചാവ് ലഹരി വേട്ടയുടെ ദൃശ്യങ്ങളടക്കം നമുക്ക് പുറത്തുവിടാൻ കഴിഞ്ഞു. അന്ന് തന്നെ, അതായത് ആ രാത്രി തന്നെ തസ്ലീമയ്ക്ക് സിനിമാ ബന്ധങ്ങളുണ്ട്, സിനിമാ ഇടപാടുകളുണ്ട് എന്ന് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ നാർക്കോട്ടിക് CI മഹേഷ് നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. അത്തരത്തിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട്. ഈ പേരുകളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇത് സിനിമാ മേഖലയുമായി ഇടകലർന്ന് കിടക്കുന്ന ഒരു കേസാണ് എന്നുള്ള സ്ഥിരീകരണം ന്യൂസ് 18 പുറത്തേക്ക് വിട്ടിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഒരു 11 മണിയോടുകൂടി എക്സൈസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നു. 2 ചലച്ചിത്ര താരങ്ങൾക്ക് ഇവരുമായി ഇടപാടുകളുടെ ചാറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നു. സിനിമാ ബന്ധങ്ങളുണ്ട്, പെൺവാണിഭ ബന്ധങ്ങളുണ്ട്, എത്തരത്തിൽ സെക്സ് റാക്കറ്റും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കേസാണ് ഇത് എന്നുള്ളത് അവർ വിവരിക്കുകയും ചെയ്തു. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് പാസിക്കും നോട്ടീസ് നൽകുമെന്നുള്ളത് അനൌദ്യോഗികമായി എക്സൈസ് ഉദ്യോഗസ്ഥർ നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ പേരുകൾ പുറത്തേക്ക് മാധ്യമങ്ങളിലൂടെ വരികയും ചെയ്തത്. ഈ ഘട്ടത്തിൽ, അതായത് ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും എക്സൈസ് വളരെ സമയമെടുത്ത് തന്നെയാണ് ഓരോ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. അതായത് റിമാൻഡിലേക്ക് പോയ പ്രതികളെ പിന്നീട് കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നതിന് തന്നെ 17ഓളം ദിവസം എടുത്തു. അതിനു മുൻപ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രേഖകളും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും അവർ നടത്തി. അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ മറൈൻ ഡ്രൈവിലെ ഈ ഫ്ളാറ്റിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. അതായത് മറൈൻ ഡ്രൈവിലെ ലക്ഷറി ഫ്ളാറ്റ്, ആ ലക്ഷറി ഫ്ളാറ്റിൽ 509 എന്ന റൂം നമ്പർ, ഫ്ളാറ്റ് നമ്പർ കോമൺ ആയി ഉപയോഗിക്കുന്ന, ലഹരി ഉപയോഗത്തിനായി സിനിമാ മേഖലയിലുള്ള പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഫ്ളാറ്റാണ് എന്നുള്ള വിവരം എക്സൈസിന് ലഭിക്കുന്നത്. ആലപ്പുഴ എക്സൈസ് ആണ് ഈ വിവരം എറണാകുളത്തേക്ക് കൈമാറുകയും എറണാകുളത്തെ ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇത്രയും ദിവസം ആ ഫ്ളാറ്റുകൾ എന്നുള്ളതാണ്. തുടർന്നാണ് ഇപ്പോൾ സംവിധായകർ ഉൾപ്പെടെ പിടിയിലാവുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ വളരെ ഈ കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് മറ്റ് കേസുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായൊരു നിരീക്ഷണം, അന്വേഷണം ഇതിന്റെ പുറകെ നടക്കുന്നു. ഇപ്പോൾ ഈ സൗമ്യയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിൽ അവരുടെ 120 പേജുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ കൃത്യമായി പരിശോധിച്ച് അതിനകത്ത് ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്യൽ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നടന്മാർക്ക് നൽകിയിട്ടുണ്ടെന്നും അവര് പണം നൽകിയിട്ടുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങൾ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ സൗമ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ല. ഷൈൻ ഇത്തരത്തിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ച ഘട്ടത്തിൽ ആണ് ഷൈനെ അകത്തേക്ക് വിളിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷൈന്റെ ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. ഷൈന്റെ സഹോദരൻ ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ അവർ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഷൈന്റെ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സൗമ്യയുമായി ബന്ധപ്പെട്ട് ഇനിയും വിവരങ്ങൾ തേടാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ സൗമ്യയിൽ നിന്നും കൂടുതൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാകും, അത് കളക്ട് ചെയ്യാനാകും എന്ന് തന്നെയുള്ള ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘം നിൽക്കുന്നത്. ഇവർ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ മാത്രമല്ല അതിനും അപ്പുറത്തേക്ക് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകുന്നത്. ഈ ആലപ്പുഴയിലെ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഈ ചലച്ചിത്ര താരങ്ങളെ ചോദ്യം ചെയ്തതിനിടെയാണ്
ചില നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത്. നടൻ ഷൈൻ ടോം ചാക്കോ ചില അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. അത് ഈ വിഡ്രോവൽ ബുദ്ധിമുട്ടുകളാണ് എന്ന് എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അതിനിടെ ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും മോഡലിംഗ് രംഗത്തേക്കും അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർ മാത്രമല്ല, സിനിമാ മേഖലയിലുള്ള 6 നടന്മാർക്ക് ലഹരി നൽകിയിട്ടുണ്ട് എന്ന് മോഡലായ സൗമ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണ്? ആ പേരുകൾ പുറത്തു വരണം. മാത്രമല്ല ഈ സിനിമാ മേഖലയിലേക്ക് കൂടുതൽ അന്വേഷണം നീങ്ങേണ്ടതുണ്ട്. അതിനിടെ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ചയാളെ കണ്ടെത്താൻ എക്സൈസ് അന്വേഷണം തുടരുകയാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം സംവിധായകരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. സിനിമാ സെറ്റുകളിൽ ലഹരി പരിശോധന നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ന്യൂസ് 18നോട് പറഞ്ഞു. കോടതി തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. സിനിമാ സെറ്റുകളിലേക്ക് ഇപ്പോൾ സിനിമാ സംവിധായകരടക്കം പിടികൂടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സിനിമാ സെറ്റുകളിലേക്ക് ഒരു പരിശോധനകൾ വേണ്ടി വരില്ലേ? നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ പരിശോധിക്കാം. എങ്ങനെ സാർ ഈ സിനിമാ ആളുകൾ ഇതിനെ ഉൾപ്പെടുന്നതിനെ എങ്ങനെ കാണുന്നത് സാർ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രോപ്പറായ നടപടി തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കും. വലിയ ആഡംബര ഫ്ലാറ്റുകൾ, ലക്ഷറി ഫ്ലാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൊച്ചിയിൽ ഒരുപാടുണ്ട്. അവിടങ്ങളിലാണ് ഇപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലും പരിശോധനകൾ വേണ്ടി വരും. നമ്മൾ എല്ലായിടത്തും നേരത്തെ കൂടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ക്രൗൺ പ്ലാസ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ വേദാന്ത ഹോട്ടലിൽ റീസെൻ്റ്ലി നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലക്സറി ആണോ അല്ലോ നമ്മൾ അതൊന്നും നോക്കില്ല. നമുക്ക് എന്തെങ്കിലും വിവരങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഈ അടുക്ക് ശരിക്ക് പബ്ലിക് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും സംശയാസ്പദ രീതിയിലുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അറിയിക്കുന്നുണ്ട്. അത് വെച്ച് നമ്മൾ പ്രോപ്പറായ നടപടി എടുക്കുന്നുണ്ട്. സ്ഥലം ഏതായാലും നമ്മൾ നടപടി തന്നെ എടുക്കും. സെറ്റുകൾ പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? സെറ്റുകൾ പരിശോധിക്കാനുള്ളൊരു ആവശ്യമുണ്ട്. അതിനകത്ത് കൂടെ നോക്കണമെന്ന് ഹൈക്കോടതി തന്നെ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ഭാഗമായിട്ട് നമ്മൾ കുറേ ഇൻഫർമേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു സസ്പെഷനോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കും. പ്രത്യേക സ്ക്വാഡോ അങ്ങനെ എന്തെങ്കിലും രൂപീകരിക്കുന്നു? നമുക്ക് ആൾറെഡി ഡാൻസ് ഓഫ് സ്ക്വാഡ് ഉണ്ട്. അത് നല്ല സജീവമായിട്ടുള്ളൊരു സ്ക്വാഡാണ് സിറ്റിയുടെ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സ്, പോലീസ് പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ചെയ്യും. പുതിയ സ്ക്വാഡിൻ്റെ ഒരു ആവശ്യമില്ല. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ ദിവസം സംവിധായകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഈ സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും പിടികൂടുന്നത്. ഇവരിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തത്. ഈ ഫ്ളാറ്റ് ഒരു ലഹരിയുടെ കേന്ദ്രമാണ് എന്ന് പോലീസ് കരുതുന്നുണ്ട്. ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ ആളാരാണെന്നറിയണം. ഈ സമീർ താഹിറിന് ഇതിൽ ബന്ധമുണ്ടോയെന്നറിയണം. കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റ്, കൂടുതൽ പേരെ ചോദ്യം ചെയ്യൽ, അത്തരം നടപടികൾ ഉണ്ടാകുമോ? ടോം, ഇതിലെ സംവിധായകരെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ വിട്ടയച്ചുവെങ്കിലും ഒട്ടനവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയാണ്. അതിനെല്ലാം തന്നെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ. കാരണം അവരുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ അളവിൽ ഈ കഞ്ചാവ് പിടിച്ചെടുത്തു, അതുകൊണ്ട് അവർക്ക് ജാമ്യം ലഭിച്ചു എന്നതുകൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല. അവർക്ക് ഈ കേസിൽ നിന്ന് പൂർണ്ണമായി വിടുതലില്ല. നിരവധിയായ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. അതിലേറ്റവും പ്രധാനം ഈ ഫ്ലാറ്റിനെ കേന്ദ്രീകരിച്ചു, ഈ ഫ്ലാറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ളൊരു അന്വേഷണമാണ്. കാരണം നേരത്തെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും ഇതേ ഫ്ലാറ്റ് തന്നെയാണ് അതിൻ്റെ പരിസരങ്ങളിലേക്ക് വരികയും ചെയ്തത്, അതിൻ്റെ കേസ് അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരികയും ചെയ്തത്. അവിടെ നിന്ന് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം വീണ്ടും രണ്ട് പ്രമുഖ സംവിധായകരെ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് തന്നെ പിടികൂടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടേക്ക് എങ്ങനെയാണ് ഈ കഞ്ചാവ് എത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ രീതിയിൽ അന്വേഷണം പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെയും ഇവർക്ക് ഇതിവിടെ എത്തിച്ചു കൊടുത്തയാൾ, ഇയാളെക്കുറിച്ച് ഏകദേശം ഒരു കൃത്യമായ വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഇയാൾ എക്സൈസിൻ്റെ പിടിയിലാകുമെന്നാണ് സൂചന. നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ സിനിമാക്കാർക്ക് ലഹരി വിപണനം ചെയ്യുന്നതിലെ മുഖ്യ കണ്ണി ഇയാൾ തന്നെയാണ്, കൊച്ചി സ്വദേശിയായ ഇയാളാണ് എന്നതാണ്
പോലീസിനും എക്സൈസിനും ലഭിക്കുന്ന വിവരങ്ങൾ ഇത് ഈ ആലപ്പുഴ കേസുമായിട്ടും കണക്ഷൻ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ കൂടിയ അളവിലെല്ലാം തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് ലഭിക്കുന്നത്? ടോം, ഇക്കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കാരണം ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഷൈൻ ടോം ചാക്കോയെ ഈ ഒരു പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നത് അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതിനുശേഷവും ഇതേ അവസ്ഥ തന്നെ തുടരുന്നു എന്നതാണ്. ഇവർക്ക് ആരെയും ഭയമില്ലാതെ നിർബാധം തന്നെ ഇതെല്ലാം തന്നെ തുടരുന്നു എന്നതാണ്. അത് അത്രമാത്രം ശക്തമായി ഈ കണ്ണികൾ നിലനിൽക്കുന്നു. ഇവർ ആവശ്യപ്പെട്ട ഇടത്തേക്ക് ആവശ്യമുള്ള അത്രയും അളവിൽ ഈ സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഇവർക്കെല്ലാം തന്നെ സാധിക്കുന്നു. അത് എങ്ങനെയാണ് ഈ ചെയിൻ മുറിയാതെ ഇരിക്കുന്നത് എന്നതാണ് ഈ എക്സൈസ് സംഘം അടക്കമുള്ളവർ പരിശോധിക്കുന്നത്. കാരണം ഇത്രയേറെ അറസ്റ്റ് ഉണ്ടാകുന്നു, നടപടികൾ ഉണ്ടാകുന്നു, വലിയ രീതിയിലുള്ള ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏറ്റവും അത് എടുത്ത് പറയേണ്ടത് തന്നെ വേണം. കാരണം ഇപ്പോൾ രാത്രിയിലുടനീളം എല്ലാം തന്നെ പലയിടങ്ങളിലും വിപുലമായ രീതിയിലുള്ളൊരു പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. പലയിടത്തായിട്ട് ഈ കാരിയേഴ്സിനെ പിടികൂടുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നവരെ പിടികൂടുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇതിനിടയിലും ഇവരുടെ ഈ ബിസിനസ് മുന്നോട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇടപാടുകാർക്ക് ഈ ലഹരി അവർ എത്തിച്ചു നൽകുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഓരോ തവണത്തെയും പരിശോധനയ്ക്ക് ശേഷം പുറത്തു വരുന്ന വിവരങ്ങളാണ്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ ആരാണ് ഇവർക്ക് ഇത്രയും അളവിൽ കൂടിയ അളവിൽ ഈ തോതിൽ എത്തിച്ചു കൊടുക്കുന്നത്? പിടിയിലായ സംവിധായകരുടെ ചിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന, മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പല സിനിമകളുമാണ് ഈ സമീപകാലത്ത് പുറത്തിറങ്ങിയത്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ചവർ പോലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നിശബ്ദരാകുന്ന സാഹചര്യമാണ്. പക്ഷേ ഇതൊരു വലിയൊരു ചെയിനായി മാറുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സമീപകാലത്ത് ഇറങ്ങിയ പല സിനിമകളൊക്കെ സ്വാഭാവികമായും പരിശോധിക്കേണ്ടതല്ല. സിനിമാ സെറ്റുകളൊക്കെ അവിടെയൊക്കെ എന്താണ് നടന്നതെന്നൊക്കെ പരിശോധിക്കണം. നേരത്തെ വിൻസി അലോഷ്യസിൻ്റെയൊക്കെ വെളിപ്പെടുത്തൽ അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ സിനിമാ ലൊക്കേഷനുകളിലും ലഹരി ഉപയോഗമുണ്ട് എന്ന് പോലീസും സംശയിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇനി ഏത് രീതിയിലായിരിക്കും സിനിമാ മേഖലകളിലെ സിനിമാ ഷൂട്ടിംഗ് മേഖലകളുമായി ബന്ധപ്പെട്ട ലൊക്കേഷനുകളുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസിൻ്റെ അന്വേഷണം? ടോം, ഇപ്പോൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ സംബന്ധിച്ച് അതിൽ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ലഹരി ഉപയോഗിക്കുന്നവർ എന്നത് സംബന്ധിച്ച് എല്ലാം തന്നെ പോലീസിനൊരു വിവര ശേഖരണത്തിലേക്കെല്ലാം തന്നെ കടന്നിട്ടുണ്ട്. പോലീസിന് കിട്ടിയ വിവരങ്ങളെല്ലാം വളരെ കൃത്യമാണ് എന്നത് തന്നെയാണ്. കാരണം ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ വേടനടക്കം അറസ്റ്റായ ഒരു സാഹചര്യം അടക്കം നിലവിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെയും ആ പോലീസിന് കിട്ടിയ വിവരങ്ങൾ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ലഹരി ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകാൻ ഈ അറസ്റ്റുകളെല്ലാം തന്നെ ഉപകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് കുറഞ്ഞ അളവെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ഒരു ഇളവ് ലഭിച്ചാൽ ജാമ്യമെല്ലാം ലഭിക്കുന്നെങ്കിലും കൃത്യമായ ഒരു അലാറം ഇക്കാര്യത്തിൽ മുഴക്കാനായിട്ട് പോലീസിനും മറ്റ് അന്വേഷണ സംഘങ്ങൾക്കും കഴിയുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള പോക്കിൽ നേരത്തെ കമ്മീഷണർ പറഞ്ഞതുപോലെ ഈ സിനിമാ സെറ്റുകളിലടക്കം പരിശോധനകൾ വേണ്ടിവരും. നേരത്തെ അതിനെ വലിയ സിനിമാ സംഘടനകൾ, സിനിമാ പ്രവർത്തകരൊക്കെ വലിയ രീതിയിൽ എതിർത്തിരുന്നു. തങ്ങളുടെ സർഗാത്മകതയെ നശിപ്പിക്കുന്ന ഒരു ഇടപെടലാകും അതെല്ലാം എന്നൊക്കെ പറഞ്ഞു. സർഗാത്മകത എന്താണെന്നും എങ്ങനെയാണെന്നും എല്ലാം തന്നെ ഈ കാലത്തിൻ്റെ ഒരു പുതിയ നിർവചനം എല്ലാം തന്നെ ഇപ്പോഴെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യം ഇതൊരു സാമൂഹ്യ വിപത്ത് തന്നെയാണ്. അല്ലാതെ ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിനെ കൊണ്ട് ആ രീതിയിലൊരു ചങ്ങല പൊട്ടിക്കാനുള്ളൊരു ശ്രമമെല്ലാം നടന്നാൽ അത് വിലപ്പോകില്ല എന്ന് തന്നെയാണ് ഈ നാട്ടിലെ നിയമം കാണിച്ചു കൊടുക്കുന്ന. വലിയ രീതിയിലൊരു പരിശോധനകളെല്ലാം തന്നെ നടക്കുകയാണ്. സിനിമാ ലോകത്തും ഈ രീതിയിലുള്ള പരിശോധനകൾ വേണമെന്ന് അതിനകത്തു നിന്ന് തന്നെ ആവശ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പലരും അതിനെക്കുറിച്ച് തന്നെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു പരിശോധനകൾ പലയിടങ്ങളിലും തന്നെ കാണാം. അതിനെതിരെ പ്രതിഷേധവുമായോ മുഖം കറുപ്പിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല എന്ന് സിനിമാ സംഘടനകൾ, സിനിമയിൽ പെട്ടവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം മുതിർന്ന ഈ രംഗത്തുള്ളവർ തന്നെയും പറയുന്നുണ്ട് വലിയ രീതിയിലൊരു അപജയത്തിലേക്ക് നീങ്ങുന്നു. ഇതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല എന്ന് അവർ തന്നെ പറയുന്ന ഒരു സമയത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പം ഒന്നുകൂടി ചേർക്കുന്നു, കഴിഞ്ഞ ദിവസമാണ് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പിടികൂടാനിടയായ സംഭവം. അത് തായ്ലൻഡിൽ നിന്നെത്തിച്ച് റാസൽ കൈമയിലേക്ക് കടത്തുകയായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു ഇടനിലമായിട്ട് കൊച്ചി അടക്കം മാറ്റുന്നുണ്ടെങ്കിൽ ആസൂത്രിതമായ ചില ആളുകളെങ്കിലും ഇതിനകത്തുണ്ട്. അവരെല്ലാവരും തന്നെ പുറത്തു വരേണ്ടതുമുണ്ട് അന്വേഷണത്തിൽ. ടോം, തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ അത് തീർച്ചയായും കണ്ടെത്തേണ്ടതാണ്, ഈ കണ്ണി മുറിക്കേണ്ടതാണ്. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരിലേക്ക് മാത്രമാണ് അന്വേഷണം നീങ്ങുന്നത്. ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമാണ് പിടിയിലാകുന്നത്. ഇവർക്ക് ലഹരി എത്തിച്ചു നൽകുന്ന ആ റാക്കറ്റിനെയും പിടികൂടണം,
കടുത്ത നടപടിയാണ് എക്സൈസും പോലീസും സ്വീകരിക്കേണ്ടതും. കോട്ടയം തൃക്കൊടിത്താനത്ത് കഴിഞ്ഞ രാത്രി ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു. പിറ്റേന്ന് കണ്ടത് ഭാര്യയുടെ മൃതദേഹമാണ്. യുവതിയെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. കോട്ടയം തൃക്കൊടിത്താനത്ത് യുവതിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൊടിത്താനം സ്വദേശിനി മല്ലികയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. പുലർച്ചെ വാർഡ് മെമ്പറെ വിളിച്ച് മല്ലിക ആത്മഹത്യ ചെയ്തതായി ഭർത്താവ് അനീഷ് അറിയിക്കുകയായിരുന്നു. രാത്രി ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷം തർക്കങ്ങൾ ഉണ്ടായതായി അനീഷ് പറയുന്നു. ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായത്. തർക്കം രൂക്ഷമായപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് മല്ലിക പറഞ്ഞിരുന്നു. പിന്നീട് താൻ ഉറങ്ങിപ്പോയി എന്നും അനീഷ് പോലീസിനോട് പറയുന്നു. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് വീട്ടിലെത്തിയത് അനീഷ്, ഈ മരണപ്പെട്ടയാളുടെ ഭർത്താവ്. വീട്ടിലെത്തി എന്നോട് പറഞ്ഞു, മെമ്പർ ഇതുപോലെ ഭാര്യ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോഴാണോ സംഭവം നടന്നതെന്ന് ചോദിച്ചു. അല്ല, കുറച്ച് നേരമായി. മരണപ്പെട്ടോ? ഞാൻ നോക്കിയിട്ട് മരണപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു? അപ്പം ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ഒരാഴ്ചയായിട്ട് കോഴിക്കോടായിരുന്നു. ഇന്നലെ രാവിലെ എത്തിയ ശേഷം വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ ഒരു ലിറ്ററൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ രണ്ടുപേരോട് കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ ആ ഫോൺ കോൾ തമ്മിൽ വന്നപ്പോൾ ഞങ്ങൾ അതിന്മേലൊരു തർക്കമായപ്പോൾ ഇവൾ മരിക്കും എന്ന് പറഞ്ഞൊരു പിച്ചാത്തി എടുത്ത് കഴുത്തെ വെച്ചുകൊണ്ടിരുന്നു. എന്നോട് പലപ്പോഴായി പറഞ്ഞു. ഞാൻ പക്ഷേ മദ്യത്തിൻ്റെ നഗരിയിൽ ഉറങ്ങിപ്പോയി. ഉറക്കം വേണ്ടിയിട്ട് നോക്കുമ്പോൾ കാണുന്നത് ഇദ്ദേഹം ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ടാണ്. അപ്പോൾ എനിക്കിപ്പം മദ്യപിച്ചതിൻ്റെ ഒരു ഇതായതുകൊണ്ടായിരിക്കാം നമുക്ക് തോന്നി പെട്ടെന്നെങ്ങാണ്ട് സംഭവിച്ചാണെന്നുള്ളതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ഒരു ആംബുലൻസും വിളിച്ചു, പോലീസ് സ്റ്റേഷൻ വിളിച്ചറിയിച്ചു. അപ്പോൾ 2 കൂട്ടരും വന്നു. ഞങ്ങൾ ഓടി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അന്നേരം സംഭവിച്ച പോലെയല്ല, കുറേ നേരത്തെ സംഭവിച്ച പോലെ. രക്തമെല്ലാം ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരുന്നു. അപ്പോൾ കുറേ നേരം ശരീരത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലും ഇത് മാറി രക്തം നന്നായിട്ട് കട്ട പിടിച്ച് ഉണങ്ങി വരുന്ന പരുവത്തിലായിരുന്നു. ഭർത്താവ് അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, യുവതിയുടെ ദുരൂഹ മരണത്തിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ഇത് ആത്മഹത്യ എന്നാണോ കൊലപാതകമെന്നാണോ പോലീസിന്റെ നിഗമനം? പോസ്റ്റ്മോർട്ടം പരിശോധന നടക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫലം കൂടി വന്ന ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തതയിലേക്ക്, അതൊരു ശാസ്ത്രീയ പരിശോധന എന്ന നിലയിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടൊരു അന്തിമമായ വ്യക്തതയിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. അനീഷ് നൽകിയ മൊഴി പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പലതരത്തിലുള്ള ചോദ്യം ചെയ്യലും വിവരങ്ങളുമൊക്കെ നടന്നു വരികയാണ്. എന്തായാലും അസ്വാഭാവികമായൊരു വിവരങ്ങളാണ് അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിച്ച മൊഴിയിലുള്ളത്. പക്ഷേ അനീഷ് പറഞ്ഞത് തന്നെയാണോ സത്യം എന്നറിയാൻ വേണ്ടിയുള്ള പരിശോധന പോലീസ് തുടരുന്നു. കഴിഞ്ഞ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന തരത്തിലുള്ള ആളുകളാണ്. അനീഷ് നൽകിയ മൊഴി പ്രകാരമാണെങ്കിൽ 1 ലിറ്റർ മദ്യമൊക്കെ 2 പേർ ഷെയർ ചെയ്ത് തീർക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ലഹരിയിലേക്ക്, പൂർണ്ണമായ അബോധാവസ്ഥയിലേക്കൊക്കെ പോകാവുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ അനീഷ് പറഞ്ഞ കാര്യം സത്യം അല്ല എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ശരീരത്തിൻ്റെ ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കൂടെ മാത്രമേ ഇതൊരു ബലപ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് വൈകാതെ ഒരു വ്യക്തത വരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്തിമമായ വ്യക്തത വരുത്തും എന്നതാണ്. എന്തായാലും പലതരത്തിലുള്ള സംശയങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഈ വാർഡ് മെമ്പർ ഡിൻസൺ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ രക്തം കട്ട പിടിച്ച നിലയിലായിരുന്നു. പക്ഷേ അതിനൊരു കാരണം ഒരുപക്ഷെ അനീഷ് ഉറങ്ങി, ബോധം കെട്ട് ഉറങ്ങുന്നു, കുറേ നേരം കഴിഞ്ഞ ശേഷമാണോ ഉണർന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അസ്വാഭാവികമാണ്. ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട മല്ലിക നേരത്തെയും പോലീസിനെ ഇത് സംബന്ധിച്ച് ഇയാൾ ഉപദ്രവിക്കുന്നതായി പറയുന്നു. പക്ഷേ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും പിന്നെയും ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന രീതികളുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പോലീസ് ഈ വിഷയത്തിൽ നേരത്തെയും ഇടപെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഇത്തരം മദ്യപിച്ച ശേഷം തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവരാണ് എന്ന ഒരു വിവരം പോലീസിനെ സംബന്ധിച്ചുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് തൃക്കൊടിത്താനം പോലീസ്. ഫോറൻസിക് പരിശോധന ഒക്കെ നടത്തിയിരുന്നു. അതിൻ്റെ കൂടി വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം പരിശോധനയാണ് ഇതിൽ ഏറ്റവും അന്തിമമായ ഒരു ശാസ്ത്രീയ തെളിവായി വിവരമായി പുറത്തു വരാനുള്ളത്. ടോം, അതിനപ്പുറം ശ്രീജിത്ത്, എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതെന്താണ് സംഭവിച്ചെന്ന് വ്യക്തമാകും. പക്ഷെ നിലവിൽ ഈ ഭർത്താവ് അനീഷിനെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസ് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? വെറും ഒരു വാക്കുതർക്കം ഉണ്ടായി, അതിനുശേഷം
താൻ കടന്നുറങ്ങി എന്ന് പറയുന്നത് പോലീസ് വിശ്വസിക്കുകയാണോ? അത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല ടോം. അത് പല സംശയങ്ങളും പോലീസിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തത വരാൻ വേണ്ടി പോലീസ് കാത്തിരിക്കുന്നു. അന്തിമമായ അതുകൊണ്ട് തന്നെ പോലീസും ഒരു കൃത്യതയോടുകൂടിയുള്ള എന്താണ് സംഭവിച്ചത് ഇന്നലെ രാത്രി എന്നത് സംബന്ധിച്ച് കൃത്യതയോടുകൂടിയുള്ള ഒരു വിവരം പറയുന്നില്ല. ഒരു കാര്യം, പല സംശയങ്ങളും ഇപ്പോൾ നിലനിൽക്കുകയാണ്. വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിൽ അന്തിമമായ വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഏതാണ്ട് ഒരാഴ്ചയോളമായി കോഴിക്കോടായിരുന്നു അനീഷ് എന്നാണ് അയാൾ നൽകിയിരിക്കുന്ന മൊഴി. ഇന്നലെ എത്തുന്നു, അതിനുശേഷമാണ്. ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. കുട്ടികളൊന്നും ഇല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഒക്കെ താമസിക്കുന്നു, ഒരുമിച്ച് മദ്യപാനമുണ്ട്, ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി സംവിധാനമായിരുന്നു, കുടുംബ സംവിധാനമായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോയത് എന്നാണ് വാർഡ് മെമ്പറോടടക്കം ഈ അനീഷ് ആദ്യം നൽകിയിരിക്കുന്ന വിവരം, പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി അങ്ങനെയാണ്. എന്തായാലും മദ്യലഹരിയിലായിരുന്നു താൻ ഉറങ്ങിപ്പോയി എന്നാണ് അനീഷ് പറയുന്നത്. ഉണർന്നപ്പോൾ ഭാര്യ ഇങ്ങനെ രക്തം വാർന്ന നിലയിൽ ഭാര്യയെ കാണുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അനീഷിന്റെ മൊഴി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ലഹരിയുടെ ബലത്തിൽ അനീഷ് ആക്രമിച്ചതാണോ? കാരണം അനീഷ് ആക്രമിക്കാറുണ്ട് എന്നുള്ള പരാതി നേരത്തെ തന്നെ മല്ലികയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണ കൊലപാതക സാധ്യതയാകാനുള്ള അങ്ങനെ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും പോലീസിന്റെ പരിശോധന തുടരുന്നു, പോസ്റ്റ്മോർട്ടം പരിശോധന തുടരുന്നു. പോലീസിന് പല ഗൗരവമേറിയ സംശയങ്ങളുമുണ്ട്. അത് പരിപൂർണമായിട്ട് ഇപ്പോൾ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. എന്തായാലും വൈകുന്നേരത്തോടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെ കരുതേണ്ടി വരും. ടോം. വ്യക്തമാണ്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ യുവതിയുടെ, മല്ലികയുടെ മരണത്തിൽ പല ദുരൂഹതകളുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകും. കൊല്ലം ഓയൂരിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയായ തുഷാരയെ ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ വിധി അല്പസമയത്തിനകം. തുഷാരയുടേത് ആസൂത്രിതമായ കൊലപാതകമെന്നും സമൂഹത്തിന് സന്ദേശം നൽകുന്നതാകണം വിധിയെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. സ്ത്രീധനത്തിന്റെ പേരിലാണ് കൊലപാതകം നടത്തിയതെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് സുഭാഷാണ് ശിക്ഷ വിധിക്കുക. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഏറെ നടുക്കമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു ഈ തുഷാരിയുടെ കൊലപാതകം. എപ്പോൾ വിധി പ്രസ്താവിക്കും? വിവരങ്ങൾ. വളരെ പ്രമാദമായ ഒരു കേസിന്റെ വിധിയാണ് അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കുന്നത്. പ്രതികളായ ചന്തുലാൽ, അമ്മ ഗീതലാലി എന്നിവർ ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. കേസിന്റെ വിധി 3 മണിക്കാണ് ഉണ്ടാവുക. തുഷാര എന്ന 28 വയസ്സുകാരി സ്ത്രീധനത്തിന്റെ പേരിൽ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ഒടുവിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് കേസ്. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് സുഭാഷാണ് ശിക്ഷ വിധിക്കുക. 2019 മാർച്ച് 21 രാത്രിയിലാണ് ഭർതൃവീട്ടിലായിരുന്ന തുഷാരയുടെ മരണവിവരം തുഷാരയുടെ വീട്ടുകാർ അറിയുന്നത്. ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന നിഗമനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും അതുപോലെ തന്നെ അന്വേഷണം നടത്തിയതും. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. 2013 തുഷാരയുടെയും ചന്തുലാലിന്റെയും വിവാഹം നടന്നത്. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലാണ് കടുത്ത പീഡനവും ക്രൂര കൊലപാതകവും ഉണ്ടായതെന്നാണ് ഇപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത്. വിവാഹ സമയത്ത് നൽകാമെന്ന് സമ്മതിച്ചിരുന്ന സ്ത്രീധന തുകയിൽ 2 ലക്ഷം രൂപ കുറവ് വന്നിരുന്നു. ഇതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. 3 വർഷത്തിനുള്ളിൽ പണം നൽകണമെന്ന ധാരണയിൽ തുഷാരയിൽ നിന്നും ഉടമ്പടി പത്രം ഒപ്പിട്ട് രേഖാമൂലം ഇവർ വാങ്ങിയിരുന്നു എന്നതിന്റെ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ 3 മാസം കഴിഞ്ഞ് ഈ തുക ആവശ്യപ്പെട്ട് ഇവർ വീണ്ടും ഈ കുട്ടിയെയും, അതായത് ഈ യുവതിയുടെ വീട്ടുകാരെയും അതിക്രൂരമായി പീഡിപ്പിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത്. തുഷാരയുടെ 2 പെൺകുട്ടികളെ കാണാനോ കുഞ്ഞുങ്ങളെ താലോലിക്കാനോ പ്രതികൾ അനുവദിച്ചിരുന്നില്ല എന്നും കോടതിയിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഈ കേസിൽ ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. വിധി അല്പസമയത്തിനകം തന്നെ ഉണ്ടാവും. വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തിന് നേരെ പടക്കമെറിഞ്ഞ സംഭവത്തിൽ ആട് ഷമീറും സംഘവും കൊട്ടേഷനായി പോകുകയായിരുന്നുവെന്ന് പോലീസ്. കൊട്ടേഷൻ ലഭിച്ച വാഹനത്തെ പിന്തുടർന്ന് പോകുന്നതിനിടെയാണ് വിവാഹ സംഘത്തിന്റെ വാഹനം ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചത്. തുടർന്ന് വാഹനം നഷ്ടമായതിൽ
പ്രകോപിതരായ പ്രതികൾ ബസ് ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. വയനാട് സ്വദേശിക്കെതിരായിരുന്നു കൊട്ടേഷൻ എന്നാണ് പോലീസിന്റെ നിഗമനം. വാഹനത്തിൽ തോക്കും വടികളും പന്നിപ്പടക്കവും ഉണ്ടായിരുന്നുവെന്നും പോലീസ് പിന്തുടർന്നതിനെ തുടർന്ന് പ്രദേശത്ത് അത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഈ ആട് ഷമീർ ഗുണ്ടാ നേതാവാണ്, നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഇന്നലെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ വിവാഹ സംഘത്തിന് നേരെ, ആ വാഹനത്തിന് നേരെ ആക്രമണം നടത്തുന്നത്. ഇത് കൊട്ടേഷൻ ഇടപാടിന് വേണ്ടി ഇവർ പോയതാണ് എന്ന് ഈ പ്രതികൾ പോലീസിനോട് പറഞ്ഞതാണോ അതോ പോലീസിൻ്റെ നിഗമനമാണ്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ടോം, ഇന്നലെ കൊടുവള്ളി വെണ്ണക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഒരു കല്യാണ സ്ഥലത്തേക്ക്, അതായത് ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയായിരുന്ന വാഹനം ആളുകളെ ഇറക്കിയ ശേഷം പുറത്തേക്ക് വന്ന് അടുത്ത് തന്നെയുള്ള ഒരു പെട്രോൾ പമ്പ് ഭാഗത്ത് തിരിക്കാനായി വരികയായിരുന്നു. ഈ സമയത്താണ് അവിടെ നമുക്കറിയാം, ഒരു വാഹനം ഒരിടത്ത് തിരിക്കുമ്പോൾ, അത് ബസ് പോലുള്ളൊരു വാഹനം തിരിക്കുമ്പോൾ ചെറിയൊരു ഗതാഗത തടസ്സമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്നലെ ആ രീതിയിലൊരു ഗതാഗത തടസ്സമുണ്ടായി. ആ സമയത്താണ് ഈ ആട് ഷമീറൊക്കെ സഞ്ചരിച്ച കാറ് അതിൽ വരുന്നത്. പക്ഷേ ഈ വാഹനത്തിന്റെ ഒരു ചെറിയ ഗതാഗത കുരുക്ക് വന്നതിനാൽ തന്നെ അവർ ഏതാനും മിനിറ്റുകൾ ഒന്ന് വൈകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനുശേഷം പിന്നീട് മുന്നോട്ട് പോയ വാഹനം തിരികെ ആ കാർ വന്ന ശേഷം ഈ ബസ്സിന് കുറുകെ ഇടുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. പരിക്ക് ഉണ്ടായിരുന്നു ഈ ക്ലീനർക്കും ഡ്രൈവർക്കുമൊക്കെ. ഇതിനുശേഷം ഈ വന്നപ്പോൾ തന്നെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഇവർ അവിടേക്ക് എത്തിയത്. ഈ ഒരു ചില്ല്, വാഹനത്തിന്റെ ചില്ല് അടിച്ചു പൊട്ടിക്കുക, ഒപ്പം പടക്കം കയ്യിലുണ്ടായിരുന്ന പന്നിപ്പടക്കമാണ്, അത് എറിയുക. അതിൽ തൊട്ടടുത്ത് തന്നെയുള്ള പെട്രോൾ പമ്പിന് സമീപത്തേക്കാണ് ഒരു പടക്കം വീണത്. അത് വലിയ ശബ്ദത്തിൽ പൊട്ടിച്ചിതറുകയും ചെയ്തു. മറ്റൊരു പടക്കം ഈ പെട്രോൾ പമ്പിനടുത്തേക്ക്, ഈ പെട്രോൾ ഡിസ്പെൻസ് ഒക്കെ ചെയ്യുന്ന മെഷീൻ അടുത്തേക്ക് പോയി. പക്ഷേ ഭാഗ്യവശാൽ ആ പടക്കം പൊട്ടാത്തതിനാൽ ഒരു വലിയ അപകടം നമുക്ക് തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നീട് പോലീസ് എത്തിയാണ് ആ പടക്കം നീക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ അങ്ങേയറ്റം പ്രകോപിതരായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ആട് ഷമീറും സംഘവും മാറിയത്, അതിന്റെ ഒരു കാരണമാണ് പോലീസ് പറയുന്നത്. ഒരു കൊട്ടേഷനായി പോകുന്ന വഴിയിലായിരുന്നു ഈ വാഹനം തടസ്സം വന്നത്. മറ്റൊരു വാഹനത്തെ ചേസ് ചെയ്ത് വരുന്ന, അതായത് ഒരുപാട് ദൂരം ചേസ് ചെയ്ത് പുറകെ ഓടിച്ചു വരികയായിരുന്നു എന്ന ഒരു വിലയിരുത്തലാണ്. അതുകൊണ്ട് അങ്ങനെ ഓടിച്ചു വന്ന വാഹനം, ഈ വാഹനം മുൻവശത്ത് ഈ തിരിക്കുന്നത് കൊണ്ട് ഉണ്ടായ ഗതാഗത തടസ്സത്തെ തുടർന്ന് അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അതിന്റെ ഒരു രോഷപ്രകടനമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതികരണമായാണ് ഈ ജീവനക്കാരെ മർദ്ദിക്കുകയും വഴിയുടെ മധ്യത്തിൽ വാഹനമിട്ട് വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും പടക്കമെറിയുകയും ഒക്കെ ചെയ്തത് എന്ന് പോലീസ് പറയുന്നു. ഈ വാഹനത്തിനുള്ളിൽ തോക്കും വടിവാളും പടക്കവും കത്തിയും ഷമീർ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ സ്വയം കുഴിച്ച കുഴിയിൽ ആട് ഷമീർ വീഴുന്നു, പോലീസിന്റെ പിടിയിലാകുന്നു. നിലവിൽ ഈ കേസിനപ്പുറം, അതായത് ഈ വാഹനം തല്ലി തകർത്ത സംഭവത്തിനപ്പുറം മറ്റു പല കേസുകളിലേക്കും, ആട് ഷമീർ പ്രതിയായ മറ്റു പല കേസുകളിലേക്കും ഇനി അന്വേഷണം നീങ്ങുമോ? അത്ര വേഗത്തിൽ ഇനി ആട് ഷമീറിന് പുറത്തിറങ്ങാൻ കഴിയുമോ അന്വേഷണം? തീർച്ചയായും വളരെ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. പ്രത്യേകിച്ചും താമരശ്ശേരിയിലൊരു വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസ്, സലീം എന്ന ഒരാളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്, അതിനു മുമ്പൊരു കൊലക്കുറ്റം, ഇങ്ങനെ നിരവധി കേസുകൾ ഇയാൾക്ക് എതിരെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഒപ്പം നേരത്തെ ഈ വയനാട്ടിലുള്ള കൊട്ടേഷനായി പോകുന്നു എന്ന ഒരു മൊഴി ലഭിക്കുമ്പോഴും അതിന് ഉപരി ഈ നേരത്തെ വധശ്രമത്തിന് ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ അയാൾക്കായി തന്നെ വീണ്ടും വന്നതാണോ എന്ന ഒരു സംശയവും പോലീസുണ്ട്. അതുകൊണ്ട് ആ ആളെ ഇന്നലെ പോലീസ് വിളിച്ചു വരുത്തി വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഈ മറ്റൊരാൾ കൊട്ടേഷൻ സംഘത്തിന് പുറകെ പോവുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ മറവിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊടുവള്ളിയിൽ തന്നെ ചെയ്യാനാണോ ഷമീർ വന്നതെന്ന സംശയവുമുണ്ട്. ഷമീറിനൊപ്പം 3 പേർ കൂടി ഉണ്ടായിരുന്നു. ഇതിൽ ഷമീർ അടക്കമുള്ള 3 പേർ ഇന്നലെ തന്നെ പോലീസിന്റെ പിടിയിലായി. അതും വളരെ സാഹസ്യമായാണ് പോലീസ് ഇയാളെ പിടികൂടിയത്.
ചെയ്തു. ഈ അപകടമുണ്ടാക്കിയ അല്ലെങ്കിൽ ഈ സംഘർഷമുണ്ടാക്കിയ സ്ഥലത്ത് നിന്നും വളരെ പെട്ടെന്ന് പോലീസിന്റെ ഒരു എത്തുന്നത് മനസ്സിലാക്കി വളരെ വേഗം വാഹനം വിട്ടുപോവുകയായിരുന്നു. അതിന് പിന്നാലെ പോലീസ് എത്തുകയും ഈ വാഹനം ചേസ് ചെയ്ത് പിടിക്കുകയുമായിരുന്നു. ഈ വാഹനം നിർത്തിയിട്ട ശേഷം അതിന്റെ മുൻവശത്തേക്ക് കയറ്റി പോലീസ് വിലങ്ങിനെ ഇട്ടെങ്കിലും ആ വാഹനം നിർത്താനുള്ള ഒരു സന്നദ്ധത കാണിച്ചില്ല. പോലീസിനോടും ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് അവർ നീങ്ങിയത്. പോലീസ് ജീപ്പിന്റെ മുൻവശത്തേക്ക് ഈ കാറ് പിന്നോട്ടെടുത്ത് ഇടിപ്പിക്കുന്നു. പോലീസ് വണ്ടിയെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇടിപ്പിക്കുന്നു. വണ്ടിക്ക് തന്നെ 1.5 ലക്ഷം രൂപയോളം അവിടെ അറ്റകുറ്റപ്പണികൾക്കുള്ള അത്രമാത്രം നാശനഷ്ടം വരുത്തി. 3 പോലീസുകാർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം, അവരുടെ കൈക്കും മറ്റുമൊക്കെ പരുക്കുണ്ട്. പിന്നീട് നാട്ടുകാർ ഇടപെട്ടാണ് ബലപ്രയോഗത്തിലുള്ള ഇയാളെ കീഴടക്കുകയും പോലീസ് കൊണ്ടുപോവുകയും ചെയ്തത്. ടോമ, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വധഭീഷണി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഔദ്യോഗിക വസതിയിലും ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് ഭീഷണി സന്ദേശം എത്തിയത്. രാജ്ഭവനിലും ബോംബ് ഭീഷണിയുണ്ട്. ഭീഷണി സന്ദേശം എത്തിയത് ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കാണ്. കൊച്ചി വിമാനത്താവളത്തിലും ഭീഷണി എത്തി. എല്ലായിടത്തും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും വിശദമായ പരിശോധന നടത്തുകയാണ്. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഹൈക്കോടതിയിൽ വിവിധ കളക്ട്രേറ്റുകളിലടക്കം ഈ ഭീഷണി സന്ദേശം, വ്യാജ ഭീഷണി സന്ദേശം എത്തുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ ഒരു പരിധി കടന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് വരെയും വധഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം. എന്തെങ്കിലും സൂചനകളുണ്ട്? ഇത് വ്യാജ ബോംബ് ഭീഷണി തന്നെയാണെന്ന് കരുതാം. പക്ഷേ ഇതൊരിപ്പം പതിവായി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെ അന്വേഷണം ഒരു കേസിൽ പോലും, അതായത് ഒരു വ്യാജ ബോംബ് ഭീഷണി കേസിൽ പോലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ടോം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ ക്ലിഫ് ഹൗസിലേക്കുമാണ് ഇന്ന് പ്രധാനമായും ഈ ഭീഷണി സന്ദേശം എത്തിയത്. അത് കഴിഞ്ഞ ദിവസം ധനകാര്യ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് വന്ന ഒരു മെയിലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് ബോംബ് പൊട്ടും എന്ന നിലയ്ക്കുള്ള ഒരു സന്ദേശമാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ആ സമയം കഴിയുന്നു. അസ്വാഭാവികമായ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പരിശോധനയിലും ക്ലിഫ് ഹൗസിലും നടത്തിയ പരിശോധനകളുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിൽ ഇത്തരത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഭീഷണി സന്ദേശം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് രാജ്ഭവനിലും ഇതേ ഭീഷണി സന്ദേശം എത്തുന്നു. അവിടെ രാജ്ഭവനിലും ഇങ്ങനെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശമാണ് എത്തിയത്. പക്ഷേ പരിശോധനകളിലൊന്നും തന്നെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ടോം പറഞ്ഞതുപോലെ തന്നെ തുടരെ ഇങ്ങനെ പലയിടങ്ങളിലായി വ്യാജ സന്ദേശങ്ങൾ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എയർപോർട്ടിലാണ് ഇങ്ങനെ ഒരു സന്ദേശം എത്തിയത്. രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു ആ ഒരു സന്ദേശം. അതിനുശേഷം അവിടുത്തെ പരിശോധന കഴിയുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം എത്തുന്നു. അവിടെയും പരിശോധന നടക്കുന്നു. ആളുകളെ പരിഭ്രാന്തിയിലാക്കുക എന്ന ഒരു നീക്കം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതിനു മുൻപ് കളക്ടറേറ്റുകളിലേക്ക് ഇങ്ങനെ സന്ദേശങ്ങൾ എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പല ജില്ലകളിലെ കളക്ടറേറ്റുകളിലേക്ക് ഈ സന്ദേശം എത്തി. തിരുവനന്തപുരത്ത് ആദ്യം ഇങ്ങനെ ഒരു സന്ദേശം എത്തുമ്പോൾ കളക്ടറേറ്റിൽ നിന്ന് മുഴുവൻ ജീവനക്കാരെയും പുറത്തിറക്കി ഓഫീസിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെട്ടു പോകുന്ന നിലയായിരുന്നു. അന്നവിടെ ഈ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ കടന്തൽ കുത്ത് ഏറ്റ്, തേനീച്ച കുത്തേറ്റ് ആളുകൾക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ തേനീച്ചക്കൂടിളകുമ്പോൾ മുഴുവൻ ജീവനക്കാരും പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. യാദൃച്ഛികമായി സംഭവിച്ചതാണ്. പക്ഷേ ഈ പരിശോധനയുടെ പേരിലാണ് ആ സമയത്ത് മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഓഫീസിന് പുറത്തിറങ്ങി നിൽക്കേണ്ടി വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ സന്ദേശം വരുമ്പോൾ വിമാനത്താവളത്തിൻ്റെയോ റെയിൽവേ സ്റ്റേഷൻ്റെയോ പ്രവർത്തനത്തെ അത് ബാധിച്ചില്ല. സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. കൃത്യമായി ആ നടപടികളെല്ലാം നടന്നു പോവുകയായിരുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിലും അങ്ങനെ ജീവനക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോയില്ല. സാധാരണ നിലയിൽ സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം നടന്നു. പക്ഷേ ഇങ്ങനെ തുടരെ വരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി 2-ാം തീയതി തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് തുറമുഖം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വരവിന് തൊട്ട് മുൻപാണ് ഇങ്ങനെയുള്ള വ്യാജ സന്ദേശങ്ങൾ എത്തുന്നത്, ഭീഷണിപ്പെടുത്തിയുള്ള സന്ദേശങ്ങൾ എത്തുന്നത്. ഇത് സംബന്ധിച്ച് ഇൻ്റലിജൻസിൻ്റേതടക്കമുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. 5 കേസുകൾ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, തമിഴ്നാട്ടിലെ ഒരു സിനിമാ നിർമ്മാതാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പ്രചരിക്കുന്നുണ്ട്. ശ്രീലങ്കയിലേക്ക് ഇയാൾ ലഹരി വസ്തുക്കൾ കടത്തിയിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ അറസ്റ്റിലായി. അതിനുശേഷം ഇയാളുടെ അനുയായികൾ
പല സ്ഥലങ്ങളിലായി ഇങ്ങനെ വ്യാജ സന്ദേശം അയക്കുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. കേരളത്തിലടക്കം ലഹരി വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിൽ അസ്വസ്ഥരായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന കാര്യമാണ്. പക്ഷേ മെറ്റയുടെ അടക്കം സേവനം പോലീസ് തേടിയിട്ടുണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ അടക്കം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശങ്ങളുണ്ട്. കൃത്യമായി ഈ മെയിലുകൾ അത് ഈ ഡാർക്ക് നെറ്റുമായി ബന്ധപ്പെട്ടാണ് മെയിലുകൾ. ഈ വ്യാജ ഭീഷണി സന്ദേശം അയക്കുന്നവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ വിനോദ്? കാരണം ഈ അടിക്കടി ഇതുപോലുള്ള സംഭവങ്ങൾ, ഇതുപോലുള്ള ഭീഷണി സന്ദേശം എത്തുമ്പോൾ ഒരു രീതിയിൽ പോലും ഒരു സൂചനയും ലഭിക്കാത്ത രീതിയിലാണ് വീണ്ടും വീണ്ടും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ടോം, തീർച്ചയായിട്ടും ഇത് പുറത്തു നിന്നുള്ള മെയിലുകളാണ്. അവിടെയാണ് ഇതിൻ്റെ കൂടുതൽ ഏജൻസികളുടെ സേവനം സംസ്ഥാന പോലീസ് തേടുന്നത്. മാത്രമല്ല ഈ രാജ്യത്തിന് പുറത്തു നിന്നാണെങ്കിൽ ഇവരെ കണ്ടെത്തുക എന്നതും എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല നേരത്തെ ഇങ്ങനെ ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നത് ഫോൺ മുഖാന്തരമാണ്. പലപ്പോഴും കോളുകളിലൂടെയാണ് ഓഫീസുകളിൽ വിളിച്ചറിയിക്കുന്നത്, അല്ലെങ്കിൽ പോലീസിനെയോ മറ്റ് ഇടങ്ങളിലോ മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലോ ഒക്കെ തന്നെ ഇങ്ങനെ ഫോണിലൂടെ ഭീഷണി സന്ദേശങ്ങൾ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി ഇമെയിൽ ആകുന്നു. അതിൻ്റെ IP അഡ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, URL അഡ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിന് സൈബർ വിഭാഗത്തിൻ്റെ സേവനം, അത് കേരള പോലീസിൻ്റെ മാത്രം കൊണ്ട് നമുക്കറിയാം പല കേസുകളിലും മെറ്റയുടെ അടക്കം സഹായം തേടിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോയിരുന്നൊരു സാഹചര്യമുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പല മെയിലുകളും വരുന്നത് പുറത്തു നിന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകണം. മാത്രമല്ല ഇതെല്ലാം തന്നെ വ്യാജമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ പ്രചരണങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ വന്ന ഭീഷണിപ്പെടുത്തിയുള്ള ഈ സന്ദേശങ്ങളെല്ലാം തന്നെ തെറ്റായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെ പരിഭ്രാന്തിയിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഒരു അസ്ഥിരത ഉണ്ടാക്കുക, സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെ തകർക്കുക എന്ന നിലയ്ക്കുള്ളതാണ്. പക്ഷേ ഗൗരവത്തോടുകൂടി കാണുന്നു. മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വരവിനെ അതീവ ഗൗരവമായി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകളാണ് നടക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിനും ഔദ്യോഗിക വസതിക്കും അതോടൊപ്പം രാജ്ഭവനും നേരെയാണ് ഇത്തവണ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.